സോ 20,000 രൂപ റേഞ്ചിൽ വിവോയുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോയുടെ നല്ല ആ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ അത് വിവോയുടെ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. അതായത് വിവോയുടെ T3 5G എന്ന ഫോണാണ്. ടി സീരീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഓൺലൈൻ സീരീസ് ഫോണാണ്. അതുകൊണ്ട് തന്നെ നല്ല ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസ് ആയിരിക്കും ആ ഒരു സീരീസിലെ ഫോൺസ് എല്ലാം ലോഞ്ച് ചെയ്യാറ്. ഈ ഒരു ഫോണും അങ്ങനെ തന്നെയാണ്. 20,000 രൂപ റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ പ്ലാസ്റ്റിക്കിനെയാണ് ബിൽഡ് കൊടുത്തിട്ടുള്ളത്. ബട്ട് കാണാൻ ഒരു ഗ്ലാസ് ഫിനിഷ് പോലുള്ള ഒരു ഡയമണ്ട് കട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി കണ്ടുവന്ന ഡിസൈൻ തന്നെയാണ്, പുതുമയുള്ള ഡിസൈനൊന്നും തന്നെയല്ല. ഓൾറെഡി കണ്ടുവന്ന ആ ഒരു നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ലുക്ക് കിട്ടുന്നൊരു ഫോൺ തന്നെയാണ്. ഡിസൈൻ്റെ ഭാഗത്ത് അങ്ങനെ മോശമൊന്നും പറയാനില്ല, നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. 158 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. അത്യാവശ്യം ലൈറ്റ് വെയിറ്റും സ്ലിം ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. പിന്നീട് എഡ്ജസൊക്കെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള എഡ്ജസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഹാൻഡ് ഫീലും അത്യാവശ്യം പ്രീമിയം ലെവലിലൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നീട് 2 കളർ വേരിയൻ്റ് ആയിട്ടാണ് ഫോൺ അവൈലബിൾ ആയിട്ടുള്ള, ഒന്ന് ക്രിസ്റ്റൽ ഫ്ലേക്കും പിന്നെ ഒന്ന് കോസ്മിക് ബ്ലൂവും. അതിൽ രണ്ടും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് ഇടുന്ന 2 കളേഴ്സ് തന്നെയാണ്. സോ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ നല്ല ഡിസൈൻ, നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, അത് നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാം. കാരണം എല്ലാവരും കേസ് ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഗ്ലാസ് വന്നാലും പ്ലാസ്റ്റിക് വന്നാലും വലിയൊരു ഇഷ്യൂ ഒന്നുമല്ല. ബട്ട് ബിൽഡ് ക്വാളിറ്റി കുറച്ച് പൂവറാണ്. ബട്ട് ഡിസൈൻ നല്ല രസമുണ്ട് കാണാൻ തന്നെ. ബാക്കിലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഒരു ഫ്ലാഷും കൊടുത്തിട്ടുള്ള ആ ഒരു നോർമൽ ഡിസൈൻ തന്നെയാണ്. അങ്ങനെ വെറൈറ്റി ഡിസൈൻ ആണെന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നീട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 1800 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസും പറയുന്ന പോലെ തന്നെയാണ് 20,000 രൂപ റേഞ്ചിൽ നമ്മൾ ഒട്ടുമിക്ക എല്ലാ ഫോണിലും കണ്ടുവന്ന ആ ഒരു സെയിം ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഫോണിലും വിവോ കൊടുത്തിട്ടുള്ളത്. 20,000 രൂപ റേഞ്ചിൽ നിങ്ങൾ ഏതൊരു ബെസ്റ്റ് ഫോൺ നോക്കിക്കഴിഞ്ഞാലും ഇതേ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള ഫോൺ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാം വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ഈ ഒരു റേഞ്ചിൽ ബെസ്റ്റ് തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ഡിസ്പ്ലേയെ പറ്റി പറയാനില്ല. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ തന്നെ വരുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് എടുത്ത് പറയുന്നില്ല. സോ നല്ല ഡിസ്പ്ലേയും ഈ ഒരു ഫോണ് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്യാമറ 15 MB പ്രൈമറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. സോണിയുടെ IMX882 എന്ന സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നീട് 2 MB ഡെപ്ത് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു ഫ്ലിക്കറിങ്ങിൻ്റെ ഒരു സെൻസറും ഈ ഒരു ഫോൺ ഇൻക്ലൂഡ് ആണ്. അതായത് നമ്മളിപ്പം ഈ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണോ അല്ലെങ്കിൽ TV ഒക്കെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫ്ലിക്കറിങ് നോർമലി വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അത് കുറച്ചും ഒട്ടും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലിക്കറിങ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെൻസറിൻ്റെ ഒരു ഉപയോഗം. അതാരും യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല, വെറുതെ ഒരു മൂന്നാമത്തെ ക്യാമറ കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് മാത്രം കൊടുത്തൊരു സെൻസറാണ്. സോ അതൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. പിന്നീട് പ്രൈമറി ക്യാമറ നല്ല തന്നെയാണ്. ബട്ട് നമുക്കതിലേക്ക് വരാം. സെൽഫി ക്യാമറയിലേക്ക് വന്ന് നമുക്ക് 16 MB സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. സോ മെയിൻ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ സോണിയുടെ സെൻസറാണ്. ഈ ഒരു ക്യാമറയിൽ നമുക്ക് 4K ആയിട്ട് 13 എപ്പിസോഡിലെ വീഡിയോസ്, അതും നമുക്ക് OIS സപ്പോർട്ടിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസാണ് നമുക്ക് പ്രൈമറി ക്യാമറയിൽ നമുക്ക് കിട്ടുന്നത്. സോ വീഡിയോസിനൊക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫോൺ തന്നെയാണ്. സെൽഫി ക്യാമറ നോർമലാണ്, പക്ഷേ പ്രൈമറി ക്യാമറ ഉഗ്രൻ തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും പറയില്ല. കാരണം സോണി ക്യാമറ ലെൻസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നീട് വിവോയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് രീതിയിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് ക്യാമറയുടെ ഭാഗത്ത് ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കുറ്റോ കുറവോ ഒന്നും തന്നെ പറയാനില്ല. ഉഗ്രനായിട്ടുള്ള ക്യാമറയാണ് പ്രൈമറി ക്യാമറ. ബാക്കിയെല്ലാം ചാത്തനാണ്. സെൽഫി ക്യാമറ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്ന ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല പ്രൈമറി ക്യാമറ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ദെൻ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഒരു 20,000 രൂപ റേഞ്ചിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രോസർ തന്നെയാണ് ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് MediaTekൻ്റെ Dimensity 7200 എന്ന പ്രോസർ. നമ്മൾ ഓൾറെഡി ഈ റേഞ്ചിൽ ഒട്ടുമിക്ക എല്ലാ ഗെയിമിംഗ് ഫോണാണെങ്കിലും പവർഫുള്ളായിട്ടുള്ള പെർഫോമൻസ് ഫോണിലൊക്കെ കണ്ടുവന്ന ആ ഒരു പ്രോസർ തന്നെയാണ് ഈ ഒരു വിവോയുടെ ഫോണിലും കൊടുത്തിട്ടുള്ളത്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിൽ ഇഷ്യൂസും ഇല്ല. ഓൾമോസ്റ്റ് 7,20,000 എബോവ് ആയിട്ടാണ് ആൻറ്റു ബെഞ്ചുമാർക്ക് സ്കോറൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പെർഫോമൻസിൻ്റെ ആ ഒരു ലെവൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ LPDDR4Xൻ്റെ റാം ടൈപ്പും UFSൻ്റെ 2.2ൻ്റെ സ്റ്റോറേജാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്ന ആൻഡ്രോയിഡ് 14 ഫൺ ടച്ച് OS 14 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഫോൺ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും, അതായത് മേജറായിട്ടുള്ള അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വിവോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ നോർമലാണ്. അങ്ങനെ വലിയ അപ്ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല. നോർമൽ എല്ലാ ഫോണിലും വരുന്ന ആ ഒരു 2 വർഷത്തെ മേജർ അപ്ഡേറ്റ് തന്നെയാണ് ഇതിലും വരുന്നത്.
പിന്നീട് ഫോണിൻ്റെ ബാറ്ററി 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് IP54 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ഫോൺ 3.5 ഓഡിയോ ജാക്കും തന്നെ വരുന്നില്ല. ഇനി പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 8GB 128GB വേരിയൻ്റാണ് ബേസ് മോഡൽ വരുന്നത്. ഈ ഒരു വേരിയൻ്റെ പ്രൈസ് 19,999 ആണ്. ഹയർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB 256GB വേരിയൻ്റാണ്. ഇതിൻ്റെ പ്രൈസ് 21,999 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുമ്പോൾ ഫസ്റ്റ് വേരിയൻ്റ് മോഡലാണല്ലോ പറയേണ്ടത്. അപ്പോൾ എൻഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൈസിലാണ്. പക്ഷേ ഇത് കൂടാതെ നമുക്ക് 2000 രൂപയുടെ ബാങ്ക് ഓഫർ കൂടി വരുന്നുണ്ട്. അതായത് HDFCയുടെയും SBIയുടെ കാർഡ്സിലാണ് ഈ ഒരു ഓഫർ വരുന്നത്. അപ്പം 2000 രൂപ കുറച്ച് നമുക്ക് 18,000 അതായത് 17,999 രൂപയ്ക്ക് നമുക്ക് ബേസ് മോഡൽ കിട്ടുന്നതായിരിക്കും. ഹയർ വേരിയൻറ്റ് 19,999 രൂപ കിട്ടുന്നതായിരിക്കും. 20,000 രൂപ റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണിലെ ലിസ്റ്റിൽ ഈ ഒരു ഫോണും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അതും വിവോയുടെ ഫോണാണ്. അപ്പോൾ വിവോയുടെ ഫോൺസൊക്കെ നമ്മൾ ഓഫ്ലൈൻ സ്റ്റോറിൽ വാങ്ങുന്ന സമയത്ത് സ്പെസിഫിക്കേഷൻ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒരു ഫോൺ ഒരു ഓൺലൈൻ ബേസ് ചെയ്ത് ഇറക്കിയ ഫോൺ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. വിവോയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ സർവീസ് സെൻറ്റേഴ്സൊക്കെ തന്നെ അടുത്ത് തന്നെ എന്തായാലും ഉണ്ടാകും. അപ്പം അതിനൊന്നും ഇഷ്യൂസ് ഇല്ല. അപ്പോൾ 20,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിലേക്ക് ഈ ഒരു ഫോണും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റായുള്ള ഫോൺ തന്നെയാണ്. എവിടെയും അങ്ങനെ ഓവറോളായിട്ട് ഈ ഒരു ഫോണിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിസൈൻ വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ല, ഗ്ലാസ് ഒന്നും വരുന്നില്ല, പ്ലാസ്റ്റിക് ആണ്. നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, നല്ല ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്. എല്ലാ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ എന്ന ഫോൺ എന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ 20,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലിസ്റ്റിൽ പരിഗണിക്കാൻ പറ്റിയ ബെസ്റ്റായുള്ള ഓപ്ഷൻ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.